പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയെ മാതാവിന്റെ മുന്നിലിട്ട് അടിച്ചു തല പൊട്ടിച്ചു. കേസെടുക്കാതെ പോലീസ്. തിരൂരിലാണ് സംഭവം. പരാതി കൊടുക്കാൻ പോയ രക്ഷിതാക്കളെ മണിക്കൂറുകളോളം പോലീസ് സ്റ്റേഷനിൽ നിർത്തിയെന്നും കുടുംബം പറയുന്നു. മുഖ്യമന്ത്രിക്കടക്കം പരാതിയുമായി കുടുംബം. ഈ മാസം 23-നാണ് സംഭവം. തിരൂരിലെ സ്വകാര്യ കമ്പ്യൂട്ടർ കോളേജിൽ പഠിക്കുന്ന ആദവനാട് ചേരുലാൽ സ്വദേശിയായ 17 വയസ്സുള്ള വിദ്യാർത്ഥിയെ കോളേജിൽ പുകവലിക്കാറുണ്ട് എന്ന് പറഞ്ഞ് കെട്ടിട ഉടമ നിരന്തരമായി ഉപദ്രവിക്കുകയും ആക്രമിക്കാൻ മുതിരുകയും അസഭ്യം പറയുകയും ഉണ്ടായി. എന്താ സംഭവിച്ചു ശരിക്കും? സ്മോക്ക് ചെയ്തെന്ന് പറഞ്ഞ ആരോപണം ഉണ്ടായിട്ട് അയിമെന്ന് വന്നാണ്ട് കുറേ ദിവസമായിട്ട് ഭീഷണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ വന്നാണ്ട് തല്ലി. അവൻ ചെരുപ്പ് വരുന്നതിൻ്റെ ഇടയ്ക്ക് ബാക്ക് കൂടി വന്നാണ്ട് വടിയാണാവും അതോ ഇരുമ്പിൻ്റെ എന്തെങ്കിലും കഷ്ണമാവുന്നൊരു ഐഡിയ ചെയ്യുക. കാരണമായിട്ടാണ്ട് കിട്ടിയപ്പോൾ കണ്ണൊന്നാകെ മഞ്ഞളിച്ച് തലൊന്നാകെ ഇറങ്ങിയിരുന്നു. അതുകൊണ്ട് എന്നിട്ട് പിന്നെന്താ ചെയ്തത്? അതിന് ശേഷം ഹോസ്പിറ്റലിൽ പോയി. ചോര വന്നു? ചോര വന്നു. അപ്പോൾ ചോര ഒന്നാകെ കണ്ടപ്പോഴാണ് ഉമ്മ തല ഇറങ്ങിയതും ഇതൊക്കെ കൂടി. ഉമ്മാൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കണേ. ഉമ്മാൻ്റെ അതേമാതിരി സാറിൻ്റെ എല്ലാവരും മുമ്പിൽ വെച്ചിട്ടാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത്. എന്നിട്ട് ആരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്? അയാളാണോ കൊണ്ടുപോയത്? സാറ് കൊണ്ടുപോയി. കൊണ്ടുപോയ ശേഷം പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതോ? എന്നിട്ട് അവിടുന്ന് എന്താ പറഞ്ഞത്? പിന്നെ അവിടുന്ന് ജില്ലാ ഹോസ്പിറ്റലിൽ നിന്ന് ആദ്യം അവിടുന്ന് റെഫർ ചെയ്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു. അവിടുന്ന് ഇതേമാതിരി സ്കാനും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതാക്കി റെസ്റ്റിലായിരുന്നു. ഇപ്പോൾ ഇത് ഉമ്മാനെ അവർ വിളിക്കാനുള്ള കാരണം എന്താ? ഉമ്മാനായിട്ട് കോളേജിൽ വിളിക്കാനുള്ള കാരണം എന്താ? ഇതേമാതിരി മൂപ്പരാള് അവിടുന്ന് സ്മോക്ക് ചെയ്ത് പറഞ്ഞിട്ട് അന്നൊരു ആരോപണം ഉണ്ടായിരുന്നല്ലോ. ഒരു മാസം മുമ്പൊക്കെ തുടങ്ങിയ ഭീഷണിയാണ്. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്ത് ഞാനാണെന്നും പറഞ്ഞാണ്ട് പിന്നെ കുറേ ദിവസമായിരിക്കണം തല്ലാൻ വരവും വർത്താനം പറിച്ചിട്ടും ഇതൊക്കെ. അന്ന് ഇതേമാതിരി കണ്ടപ്പോൾ ഏതുണ്ടാക്കി. അപ്പോൾ രക്ഷിതാക്കൾ വരാതെ കയറ്റില്ല പറഞ്ഞു. ഇയാളാണ് പറഞ്ഞത്. അപ്പോൾ ഇയാൾ രക്ഷിതാക്കൾ വരാതെ കയറ്റില്ല പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പോയില്ല. അപ്പോൾ എന്നിട്ട് ഞാൻ അവിടുന്ന് വിളിച്ചു വരുത്തി. അങ്ങോട്ട് കയറി ചെന്ന് ചെരുപ്പ് വരുമ്പോഴാണ് ബാക്കിൽ അടിച്ചത്. അതിന് ശേഷം പിന്നെ പോലീസ് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇല്ല. പോലീസിൽ പരാതി കൊടുത്തോ? പരാതി കൊടുക്കുന്നു. മാമ പരാതി കൊടുത്തോ? എന്നിട്ട് പോലീസ് വിളിച്ചിട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. ഇപ്പം എത്ര ദിവസമായി? ഇപ്പം ഇന്നത്തേക്ക് 6 ദിവസം. ഇത് ചോദ്യം ചെയ്ത വിദ്യാർത്ഥിയോട് കെട്ടിട ഉടമ ഇനി രക്ഷിതാക്കളെ വിളിച്ച് കൊണ്ടുവന്നതിനു ശേഷം കോളേജിൽ കയറിയാൽ മതിയെന്ന് ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വ്യാഴാഴ്ച വിദ്യാർത്ഥി മാതാവിനോട് കോളേജിൽ വരാൻ പറയുകയും മാതാവ് കോളേജിൽ വന്ന് സംസാരിക്കുന്നതിനിടയ്ക്ക് പുറകെ കൂട്ടുകാരനൊപ്പം കയറി വന്ന വിദ്യാർത്ഥിയെ പുറകിലൂടെ വന്ന് എന്തോ വടി പോലുള്ള വസ്തു ഉപയോഗിച്ച് അടിക്കുകയും ആയിരുന്നു. തുടർന്ന് ചോരയിൽ കുതിർന്ന വിദ്യാർത്ഥിയെ കോളേജ് അധ്യാപകനും മാതാവും ചേർന്ന് തിരൂർ ജില്ലാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അന്ന് വൈകിട്ട് വരെ ജില്ലാശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത വിദ്യാർത്ഥിയെ പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തെന്നും പറയുന്നു. ഇതിനിടയ്ക്ക് തിരൂർ സ്റ്റേഷനിൽ പരാതിയുമായി പോയ കുട്ടിയുടെ രക്ഷിതാക്കളോട് SI സ്ഥലത്തില്ലെന്നും നാളെ വരണമെന്നും പറഞ്ഞ് തിരിച്ചയച്ചു. പിറ്റേ ദിവസം ഉച്ചവരെ നിന്നിട്ടും പരാതി സ്വീകരിച്ചതിനുള്ള യാതൊരു രേഖകളും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭ്യമായില്ല. തുടർന്ന് ഇന്നലെ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴും പരാതിയെടുക്കാം, വിളിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് രക്ഷിതാക്കളെ വീണ്ടും തിരിച്ചയച്ചു. പരിക്കേറ്റ വിദ്യാർത്ഥി ഇപ്പോൾ വീട്ടിൽ പുറത്തു പോകുവാൻ പോലും കഴിയാതെ വിശ്രമത്തിലാണ്. പോലീസ് കേസെടുക്കാത്ത പക്ഷം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രിക്കും അടക്കം പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. കഴിഞ്ഞ ദിവസം ചൈൽഡ് ലൈനിലും വിദ്യാർത്ഥി വിളിച്ചു പരാതിപ്പെട്ടിരുന്നു. ന്യൂസ് 99 തിരൂർ.